ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. വെൽത്തി ലൈഫിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വരുന്ന ആഴ്ച, അതായത് 7th സെപ്റ്റംബർ 2020 മുതൽ 11th സെപ്റ്റംബർ 2020 വരെ വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രീവിയസ് വീഡിയോകളിൽ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കുകളും അതോടൊപ്പം സ്റ്റിൽ വാല്യൂ ബൈയിങ് റീജിയനിൽ നിൽക്കുന്നതുമായ സ്റ്റോക്കുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ മെറ്റീരിയൽസ് എല്ലാം ചാനലിന്റെ പ്ലേ ലിസ്റ്റിലും ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റന്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. വരുന്ന ആഴ്ചയിൽ ടോപ്പ് വാല്യൂഷൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകൾ പരിചയപ്പെടുന്നതിന് മുൻപ് നമ്മൾക്ക് മാർക്കറ്റിന്റെ മൊമെന്റം മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്ക് സ്പെസിഫിക് അപ്രോച്ച് ആണ് ഫോളോ ചെയ്യുന്നത് എന്നിരുന്നാൽ കൂടിയും മാർക്കറ്റാണ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഏറ്റവും വലിയ റെഫറൻസ്. അതുകൊണ്ട് നമ്മൾ ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപേയും നമ്മൾ മാർക്കറ്റിന്റെ മൊമെന്റം മനസ്സിലാക്കേണ്ടതുണ്ട്. മാർക്കറ്റിന്റെ മൊമെന്റം മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ട് അനാലിസിസിൽ ഓരോ ക്യാൻഡിലും ഓരോ വീക്കിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് വീക്കിൽ ഫോം ചെയ്യുന്നത് ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ പാറ്റേൺ ആണ്. അതായത് ഇത് നിഫ്റ്റിയിൽ വരാൻ പോകുന്ന അല്ലെങ്കിൽ നിഫ്റ്റിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീക്ക്നെസ്സിനെയാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ 31 ഓഗസ്റ്റിൽ നിഫ്റ്റിയിൽ ഒരു ബിയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ പാറ്റേൺ ഫോം ചെയ്തിരുന്നു. അതിനുശേഷം ഫോം ചെയ്തിരുന്ന ക്യാൻഡിലുകളെല്ലാം വീക്ക്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. കൂടാതെ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനായ 4th സെപ്റ്റംബറിൽ ഫോം ചെയ്ത ക്യാൻഡിൽ നിഫ്റ്റിയുടെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനും താഴെയാണ് ഫോം ചെയ്തിരുന്നത്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ആൾറെഡി മെൻഷൻ ചെയ്തിരുന്നു, 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിന് താഴെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്താൽ അതിനർത്ഥം നിഫ്റ്റിയുടെ ട്രെൻഡ് റിവേഴ്സലിന്റെ ഇയർലി ഇൻഡിക്കേഷനാണ്. ഈ അലാമിംഗ് സിറ്റുവേഷനിലും വാല്യൂ ബൈയിങ് ഓപ്പർച്യൂണിറ്റി തരുന്ന സ്റ്റോക്കുകളെയാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മഹാനഗർ ഗ്യാസ് ലിമിറ്റഡ്. ഇത് ഒരു റണ്ണപ്പ് ആയ സ്റ്റോക്ക് അല്ല. ഇത് നല്ല രീതിയിൽ ഒരു കറക്ഷൻ വന്നതിന് ശേഷം കൺസോൾട്ടേഷൻ ഫേസിൽ എത്തി നിൽക്കുന്ന സ്റ്റോക്കാണ്. അതായത് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിന് പറ്റിയ റീജിയനിലാണ്. ഈ സ്റ്റോക്ക് ലോങ് ടൈം പർപ്പസിനും അതോടൊപ്പം തന്നെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിനും പറ്റിയ രീതിയിലാണ് സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ റേഞ്ച്. സ്റ്റോക്കിന്റെ ലെവൽസിലും ടാർഗറ്റിലും വരുന്നതിന് മുൻപേ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ പാർട്ട് നോക്കാം. സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ പാർട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് കറക്റ്റ് വാല്യൂഷനിലാണ്. ഇൻഡസ്ട്രിയുടെ PE 15.18%, കമ്പനിയുടെ PE 13.48 അതായത് സ്റ്റോക്ക് വാല്യൂഷനിൽ നിൽക്കുന്ന സ്റ്റോക്കാണ്. രണ്ടാമത് സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് ഈൽഡിന്റെ പെർസെന്റേജ് നോക്കൂ, 3.83% ഡിവിഡൻഡ്, അതായത് നല്ലൊരു ഹൈ ഡിവിഡൻഡ് നൽകുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മളിപ്പോൾ ഒരു പൈസ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടിയും നമ്മൾക്ക് 4% അല്ലെങ്കിൽ 5% പലിശ മാത്രമാണ് കിട്ടുന്നത്. അതേസമയം ഈ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് ഈൽഡ് തന്നെ 3.83% ഡിവിഡൻഡ് ഈൽഡ് തരുന്ന ഒരു സ്റ്റോക്കാണ്. സ്റ്റോക്കിന്റെ മറ്റൊരു അട്രാക്ഷൻ, സ്റ്റോക്ക് ടോട്ടലി ഡെപ്റ്റ് ഫ്രീ സ്റ്റോക്കാണ്. അതായത് കമ്പനിയുടെ മുകളിൽ ഡെപ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം. ഇനി സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 വീക്കിൽ സ്റ്റോക്ക് 7% കറക്റ്റ് ആയിട്ടുണ്ട്. 1 മന്തിൽ നോക്കുകയാണെങ്കിൽ 1 മന്തിൽ സ്റ്റോക്കിൽ 5.79% കറക്ഷൻ ആണ് സ്റ്റോക്കിൽ സംഭവിച്ചത്. സ്റ്റോക്കിന്റെ 1 മന്തിലെ ഹൈ വാല്യൂ 1050 ആണ്. സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ കറണ്ട് പ്രൈസ് ഏകദേശം 914 റേഞ്ചിലാണ് സ്റ്റോക്ക് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി സ്റ്റോക്കിന്റെ ലോങ് ഇയർ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ലോങ് ഇയർ പെർഫോമൻസിലും സ്റ്റോക്ക് 8.99% റിട്ടേൺ തന്ന സ്റ്റോക്കാണ്. അതായത് സ്റ്റോക്ക് ഇപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റിൽ അവൈലബിൾ ആണ്. ഇനി സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യുന്നതിന് വരാം. സ്റ്റോക്ക് അതിന്റെ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 100 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ്, ഈവൻ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജും ക്രോസ് ചെയ്ത് ബോളഞ്ചിയർ ബാൻഡിന്റെ ലോവർ ബാൻഡിൽ എത്തി ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സ്റ്റോക്കിന്റെ ഡെലിവറി പെർസെന്റേജ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 28% ഡെലിവറിയാണ് സ്റ്റോക്കിൽ ഉണ്ടായത്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ ഈ റേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ റേഞ്ചാണ്. അതായത് 900 വാല്യൂ റേഞ്ച് സ്റ്റോക്കിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈയിങ് റേഞ്ച്. ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 1050 അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ 20 ഡേ എക്സ്പോണൻഷ്യൽ 200 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ആയ 1000 സ്റ്റോക്കിന്റെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയി സെറ്റ് ചെയ്ത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ് ചെയ്യാവുന്ന സ്റ്റോക്കാണിത്.
രണ്ടാമത്തെ സ്റ്റോക്കിലേക്ക് കടക്കാം. രണ്ടാമത്തെ സ്റ്റോക്കാണ് HDFC AMC. HDFC AMCയുടെ വീക്ക്ലി ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് മനസ്സിലാവും ഈ സ്റ്റോക്ക് മാർച്ച് മാസത്തിൽ ഒരു കറക്ഷൻ വന്നതിന് ശേഷം ഈ സ്റ്റോക്ക് ഇതുവരെയും റണ്ണപ്പ് ആയിട്ടില്ല, അല്ലെങ്കിൽ ആ കറക്ഷനിലുള്ള ഒരു പ്രൊപ്പോർഷണൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ സ്റ്റോക്ക് ഇപ്പോഴും അവൈലബിൾ ആണ് എന്ന്. കാരണം 3250 രൂപ വാല്യുവേഷനുള്ള സ്റ്റോക്ക് ഇപ്പോൾ 2400 രൂപ റേഞ്ചിൽ അവൈലബിൾ ആണ്. സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റും ഐഡന്റിഫൈ ചെയ്യുന്നതിന് മുമ്പേ സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽ അനാലിസിസ് പാർട്ട് നോക്കുകയാണെങ്കിൽ 51,000 കോടി മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു ലാർജ് ക്യാപിറ്റൽ കമ്പനിയാണ് HDFC AMC. അതോടൊപ്പം തന്നെ HDFC ഗ്രൂപ്പിന്റെ ട്രസ്റ്റ് വർത്തി കമ്പനി. കൂടാതെ കമ്പനിയുടെ ഡിവിഡൻഡ് ഈൽഡ് നോക്കിയാൽ 1.16% ഡിവിഡൻഡ്. കൂടാതെ ഒരു ടോട്ടലി ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. കമ്പനിയുടെ വാല്യുവേഷൻ പ്രൈം വാല്യുവേഷൻ ആണ്. അതായത് ഇൻഡസ്ട്രിയുടെ വാല്യുവേഷൻ 30.77 കമ്പനിയുടെ വാല്യുവേഷൻ 40.41 സ്റ്റോക്ക് ഒരു വാല്യൂബിൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾക്ക് കെപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇനി സ്റ്റോക്കിന്റെ പെർഫോമൻസ് നോക്കാം. സ്റ്റോക്ക് കഴിഞ്ഞ 1 മന്തിൽ സ്റ്റോക്കിൽ നല്ലൊരു റണ്ണപ്പ് ഉണ്ടായിട്ടേ ഇല്ല. അതായത് സ്റ്റോക്ക് 0.66% കറക്ഷനോടുകൂടി അവൈലബിൾ ആണ്. ഈ സമയത്ത് മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളുടെ റിട്ടേൺ 3.28ഉം സെൻസെക്സ് 1.78% ഗെയിൻ തന്നു. 1 ഇയറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും COVID-19 ഉണ്ടായ കറക്ഷൻ സ്റ്റോക്കിന്റെ 1 ഇയറിലെ പെർഫോമൻസിനെയും നെഗറ്റീവിൽ എത്തിച്ചിരിക്കുകയാണ്. സ്റ്റോക്കിന്റെ 1 ഇയറിലെ പെർഫോമൻസ് -6.18% ആണ്. ഇനി സ്റ്റോക്കിന്റെ 1 വീക്കിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 വീക്കിലും സ്റ്റോക്കിൽ ഏകദേശം 7%ഓളം കറക്ഷൻ ആണ് സ്റ്റോക്കിൽ വന്നിരിക്കുന്നത്. ഇനി സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റും പരിചയപ്പെടാം. സ്റ്റോക്കിന്റെ ലെവൽസും ടാർഗറ്റും നോക്കുന്നതിന് വേണ്ടി 1 ഡേ ചാർട്ട് അനാലിസിസിലേക്ക് വരാം. 1 ഡേ ചാർട്ട് അനാലിസിസിൽ സ്റ്റോക്ക് അതിന്റെ 20 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജിനെയും ബ്രേക്ക് ചെയ്ത് സ്റ്റോക്ക് അതിന്റെ വോളണ്ടിയർ ബാൻഡിന്റെ മിഡ് ബാൻഡിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. സ്റ്റോക്കിന്റെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ ഡെലിവറി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഏകദേശം 57% ഡെലിവറിയാണ് സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് സ്റ്റോക്കിൽ നല്ലൊരു ഡെലിവറി നടക്കുന്നു. കൂടാതെ സ്റ്റോക്ക് അതിന്റെ ബെസ്റ്റ് ബൈയിങ് റീജിയൻ ആണ്. 2400 ലെവൽ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കിന്റെ ഒരു ബെസ്റ്റ് ബൈയിങ് റീജിയൻ ആണ്. 2350 മുതൽ 2400 വരെയുള്ള ബൈയിങ് റീജിയനിൽ ഈ സ്റ്റോക്ക് അവൈലബിൾ ആണ്. മൂന്നാമത്തെ സ്റ്റോക്ക് ITC ലിമിറ്റഡ്. ഒരുപാട് പേർക്ക് വിയോജിപ്പുള്ള ഒരു സ്റ്റോക്കാണ് ITC ലിമിറ്റഡ്. കാരണം ഇതൊരു ഡിഫെൻസീവ് സ്റ്റോക്കാണ്. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ പ്രൊമോട്ടേഴ്സ് ഹോൾഡിംഗ് 0ആണ്. ഈ സ്റ്റോക്ക് റൺ ചെയ്യുന്നത് തന്നെ DIS അഥവാ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്ക് വളരെ ലോ ബീറ്റ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് ഒരു റേഞ്ച് മൂവ്മെന്റ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. എന്നാലും ലോങ് ടൈം ഹോൾഡിങ്ങിന് ഏറ്റവും പറ്റിയ സ്റ്റോക്കാണ്. ഡിവിഡൻഡിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഡിവിഡൻഡ് ഹിസ്റ്ററിയും ഡിവിഡൻഡ് ഈൽഡും തരുന്ന സ്റ്റോക്കാണ്. 2001 മുതൽ കൺസിക്യൂട്ടീവ്ലി എല്ലാ വർഷവും മുടങ്ങാതെ ഡിവിഡൻഡ് ഈൽഡ് തരുന്ന ഒരു സ്റ്റോക്കാണ്. 5.44% ആണ് ഈ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ്. സ്റ്റോക്കിന്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 2,29,667 കോടി മാർക്കറ്റ് ക്യാപിറ്റലുള്ള ഒരു ലാർജ് ക്യാപ് കമ്പനിയാണ് ITC. ITCയുടെ വാല്യുവേഷൻ ഇപ്പോഴത്തെ പ്രസന്റ് റേഞ്ചിൽ നിന്നും ഈ ITC കമ്പനിയുടെ വാല്യുവേഷൻ ഇൻക്രീസ് ആവാൻ ഞാൻ ചില പോസിബിലിറ്റീസ് ഒക്കെ കാണുന്നുണ്ട്. അതിന്റെ ബേസിലാണ് ഞാൻ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ റീസെന്റ് ഒരു ന്യൂസ് വന്നിരുന്നു, അമാൽഗമേഷൻ ഓഫ് ITC എന്ന്. അതായത് ITC 3 കമ്പനികളെ FMCG സെക്ടറിലെ 3 കമ്പനികളെ അക്വയർ ചെയ്ത് ITC FMCG സെക്ടറിലെ ഒരു സ്ട്രോങ് കമ്പനിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ കമ്പനി ഒരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ്. ഇനി കമ്പനിയുടെ PE റേഷ്യോ നോക്കുകയാണെങ്കിൽ കമ്പനി വാല്യുവേഷനിലാണ് ഉള്ളത്. അതായത് ഇൻഡസ്ട്രിയുടെ PE 15.61ഉം കമ്പനിയുടെ PE 16.05ഉമാണ്. ഡിവിഡൻഡ് ഈൽഡ് നമ്മൾ ആൾറെഡി പരിശോധിച്ചു കഴിഞ്ഞു, 5.44. ഇനി ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ഇതിന്റെ ഡെലിവറി റേറ്റ് നോക്കുകയാണെങ്കിൽ 46.76% ആയിരുന്നു ഈ കമ്പനിയുടെ ഡെലിവറി റേറ്റ്. ഇനി കമ്പനിയുടെ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് ആയിട്ട് വരുന്നത് 206 ആണ്. സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ അതിന്റെ വോളണ്ടിയർ ബാൻഡിന്റെ മിഡിൽ ബാൻഡ്
100-day exponential moving average, 50-day exponential moving average, 20-day exponential moving average എന്നിവ ബ്രേക്ക് ചെയ്ത് ബോളഞ്ചിയർ ബാൻഡിന്റെ ലോവർ ബാൻഡിലെത്തി. ഏകദേശം 186 ആണ് സ്റ്റോക്കിന്റെ ഇപ്പോഴത്തെ കറന്റ് പ്രൈസ്. സ്റ്റോക്കിൽ നമ്മൾക്ക് കിട്ടാൻ പറ്റിയ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ടാർഗറ്റ് സ്റ്റോക്കിൻ്റെത് 206 എന്ന ലെവലാണ്. അതായത് 200 ലെവലിൽ തന്നെ നമ്മൾക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണിത്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഈ സ്റ്റോക്കിൽ നല്ല ഒരു പെർഫോമൻസും അതോടൊപ്പം തന്നെ നല്ല ഒരു റിട്ടേണും പ്രതീക്ഷിക്കാവുന്ന സ്റ്റോക്കാണ്. ഒന്നുമല്ലെങ്കിൽ സ്റ്റോക്കിന്റെ ഡിവിഡൻഡ് ഈൽഡ് തന്നെ ഈ സ്റ്റോക്ക് നമ്മളെ ഒരിക്കലും നഷ്ടത്തിൽ എത്തിക്കത്തില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.